ഹലോ നമസ്കാരം. മുംബൈ vs SRH. മുംബൈയെ സംബന്ധിച്ചും SRHനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു ഇത്. മുംബൈയും പോയിന്റ് ടേബിളിൻ്റെ ഒരുപാട് താഴെയായിരുന്നു, അതുപോലെ തന്നെ SRH പോയിന്റ് ടേബിളിൻ്റെ ഒരുപാട് താഴെയായിരുന്നു. പക്ഷേ ഈ മാച്ചിൽ മുംബൈ ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു വിന്ന് ഇന്ന് നേടിയിരിക്കുകയാണ് SRHനെതിരെ. SRH ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ള രീതിയിലാണ് ഇപ്പം കളിക്കുന്നത്. കഴിഞ്ഞ മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 240 അതിന് മുകളിലുള്ള ഒരു സ്കോർ ചേസ് ചെയ്ത് നേടുകയായിരുന്നു SRH. ഇന്നത്തെ മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്കോർ വാങ്കഡയിൽ അടിക്കാനായിട്ട് SRHന് കഴിഞ്ഞില്ല. അതിനകത്ത് കണ്ടീഷൻസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കണ്ടീഷൻസ് കുറച്ച് സ്ലോ ആയിരുന്നു. അതുപോലെ തന്നെ മുംബൈയുടെ ബോളേഴ്സ് അതിമനോഹരമായിട്ട് ബോൾ ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ നമ്പർ ഓഫ് ഡോട്ട് ബോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിസപ്പോയിൻറ്റിങ്. ഒരു ടീമിനെ സംബന്ധിച്ച് ഒരു 20-20 കളിക്കുമ്പോൾ ഇത്രയും ഡോട്ട് ബോൾസ് വരാനേ പാടില്ല. അടിക്കാൻ പറ്റിയില്ല, കണ്ടീഷൻസ് മോശമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വിരാട് കോഹ്ലിയൊക്കെ കളിക്കുന്ന പോലെ സിംഗിൾസും ഡബിൾസും കണ്ടെത്തിക്കൊണ്ട് സ്കോർ ബോർഡിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഈ SRHന്റെ ബാറ്റ്സ്മാൻമാർക്ക് ഇന്ന് പറ്റിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഇന്നത്തെ ഒരു പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി മുംബൈയുടെ ബോളിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹർദിക് പാണ്ഡ്യ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറയുന്നുണ്ടായിരുന്നു അവർ ആദ്യം ഈ ഒരു വിക്കറ്റ് കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ ഹൈ സ്കോറിംഗ് വിക്കറ്റ് ആണെന്നാണ് കരുതിയത്. പക്ഷേ മാച്ച് തുടങ്ങി മുന്നോട്ട് പോയപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് ഇത് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ച് അവർ അഡാപ്റ്റ് ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള സ്ലോവർ ബോൾസ് എറിഞ്ഞ് ബാറ്റ്സ്മാൻ്റെ ബാറ്റിലേക്ക് ബോൾ എത്തിക്കാത്ത രീതിയിലാണ് എല്ലാ ബോളേഴ്സും ബോൾ ചെയ്തത്. ആ അഡാപ്റ്റ് ചെയ്ത രീതി വളരെ പ്രശംസനീയമാണ്. കാരണം എല്ലാ ബോളേഴ്സും ഒരുപോലെ തന്നെ നല്ല കൃത്യതയോടെ ബോൾ ചെയ്തു. ഇപ്പോൾ ബുംറ ആയാലും അതുപോലെ തന്നെ ബോൾട്ട് ആയാലും ഒക്കെ എറിഞ്ഞ ലെങ്സ്, അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് യോർക്കേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് വീഴുന്നുണ്ട് എല്ലാവർക്കും. അത്ര നന്നായിട്ട് മുംബൈ ഇന്ന് ബോൾ ചെയ്തു. ഫീൽഡിങ്ങിലേക്ക് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തുനിന്ന് പവർ പ്ലേയുടെ സമയത്ത് ഒരുപാട് ക്യാച്ചുകളൊക്കെ മിസ്സായി. എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി SRHനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾ അറൗണ്ട് നല്ലൊരു ക്രിക്കറ്റാണ് ഇന്ന് മുംബൈ കാഴ്ചവെച്ചത്. SRHനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ അവർ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് റണ്ണ് കണ്ടെത്തേണ്ടിയിരുന്നു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും വാങ്കഡെ പോലൊരു കണ്ടീഷനിൽ എങ്ങനെയായാലും ഒരു 180ക്ക് മുകളിൽ സ്കോർ ചെയ്യേണ്ടത് ഒരു ആവശ്യം തന്നെയായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു 20 റണ്ണ് ഷോർട്ടായിരുന്നു ശരിക്കും. ഇതിൽ രണ്ട് ടീമിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അഭിഷേക് ശർമ്മ 40 റൺ അടിച്ചു. അഭിഷേക് ശർമ്മ അതുപോലെ തന്നെ ക്ലാസ്സിന് മാത്രമാണ് അവർക്ക് ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് കൊടുത്തത്. അതുപോലെ തന്നെ അനികേത് വർമ്മ അവസാനം വന്നിട്ട് ഒരു ചെറിയൊരു ക്യാമിയോ നടത്തിയതുകൊണ്ടാണ് ഈ റണ്ണ് ഇത്രയെങ്കിലും എത്താനായിട്ട് പറ്റിയത്. അതാണ് SRHന്റെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ്. അതേസമയം ബൂംറ, ബോൾട്ട്, അതുപോലെ തന്നെ വിൽ ജാക്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു. വിൽ ജാക്സ് ഇന്ന് 2 വിക്കറ്റ് ഇട്ടു. അതുപോലെ തന്നെ ബാറ്റിങ്ങിലും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. മുംബൈയുടെ ബാറ്റിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ബാറ്റ്സ്മാനും കുറച്ചായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. രോഹിത് ശർമ്മ നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു. അതുപോലെ തന്നെ റിക്കിൾട്ടൺ ഒരു 26 റൺ അടിച്ചു. വിൽ ജാക്സ് 36 റൺ അടിച്ചു. ഇനി തിലക് വർമ്മ 21, അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ 21. ഇവർ രണ്ടുപേരും കുറച്ച് ക്വിക്കായിട്ട് അവസാനം വന്നിട്ട് ഹർദിക് പാണ്ഡ്യക്ക് സ്കോർ ചെയ്യാനും പറ്റി. ഇപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിക്കറ്റ്സ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് റൺസ് വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഫേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ SRH 46 റൺ അടിച്ചത് 0 വിക്കറ്റിന്. മുംബൈ 55 റൺ അടിച്ചു. 1 വിക്കറ്റ് പക്ഷേ നഷ്ടപ്പെട്ടു. എങ്കിൽ പോലും റൺസ് കൂടുതലാണ്. ഇനി ഒരു 10 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് SRH 75 അടിച്ചുള്ളൂ. മുംബൈ ആ സമയത്ത് 91 റൺ അടിച്ചു. റൺസ് അടിച്ചുകൊണ്ടിരുന്നു. 15 ഓവറായപ്പോൾ 105, മുംബൈ 137. അത്രയും ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് 162. മുംബൈ 18.1 ഓവറിൽ മുംബൈക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി. അത് ആ ലാസ്റ്റ് ഓവറിൽ കുറച്ചൊന്ന് ലേറ്റായി മുംബൈ ഫിനിഷ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു 18ാമത്തെ ഓവറിൽ തന്നെ ഫിനിഷ് ചെയ്യേണ്ടതാണ് ഈ മാച്ച്. അപ്പോൾ ഈ മാച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന SRHനെ സംബന്ധിച്ച് ഒന്നെങ്കിൽ കണ്ടീഷൻ അനുകൂലമാണെന്നുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തടി, ഇല്ല കണ്ടീഷൻസ് മോശമാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അവർക്ക് ബാറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒന്നുകിൽ അടി, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. സിംഗിൾസും ഡബിൾസും എടുത്തിട്ട് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 180 എന്നൊക്കെ പറയുന്ന ഒരു സ്കോർ അത്യാവശ്യം നന്നായിട്ട് നോക്കി കളിച്ച് നേടാനായിട്ട് അവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ സ്റ്റൈൽ അവരെ അനുവദിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഈ ടൂർണമെന്റിലേക്ക് തിരിച്ചു വരാനുള്ള SRHന്റെ സാധ്യത ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. ഇനി അടുത്ത മാച്ച് ഇവർക്ക് മുംബൈക്കെതിരെയാണ്. അത് ഹൈദരാബാദിൽ വെച്ചാണ്. ഈ വരുന്ന ആഴ്ച ബുധനാഴ്ചയാണ് ആ മാച്ച് നടക്കുന്നത്. മുംബൈയെ സംബന്ധിച്ച് ഈ വിജയം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ബാക്ക് ടു ട്രാക്ക് ആയിട്ടുണ്ട്. ഇനി ഞായറാഴ്ച ചെന്നൈ ആയിട്ടൊരു വളരെ ക്രൂഷ്യലായിട്ടൊരു മത്സരമുണ്ട്. അത് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ്. അതും കൂടെ അവർക്ക് ജയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല പൊസിഷനിലേക്ക് എത്തും. ഈ ടൂർണമെന്റ് തുടങ്ങിയ സമയത്ത് വളരെ മോശം സ്ഥലത്തു നിന്നെടുത്തുനിന്ന് മുംബൈ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഇപ്പോൾ ഈ ഒരു ജയം കൂടെ നേടിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ കോൺഫിഡൻസും വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ബോളേഴ്സ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഫീൽഡിലും അവർക്ക് കുറച്ച് മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബാറ്റ്സ്മാൻമാരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സൂര്യകുമാർ യാദവും കുറച്ച് റൺസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എല്ലാ രീതിയിലും മുംബൈ ഒന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഫോർ അതർ ടീംസ്. അത് സത്യമാണ്. മുംബൈ ഇനി ഏത് കണ്ടീഷനായാലും മുംബൈ സെറ്റായി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകൾക്ക് അത് ഭീഷണി തന്നെയാണ്. ഈ പോക്ക് മുംബൈക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ they will be a strong contestant for playoff. അത് ഉറപ്പാണ്.
അപ്പോൾ ഈ IPL ഇനി ഈ വീക്കെൻഡ് തീപ്പൊരി മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. നാളെ RCB vs പഞ്ചാബ് മത്സരമുണ്ട്. അതേപോലെ തന്നെ RCB vs പഞ്ചാബ് മത്സരം ഒരിക്കൽ കൂടി ഞായറാഴ്ചയുണ്ട്. അതുപോലെ ഞായറാഴ്ച മുംബൈ vs ചെന്നൈ മത്സരമുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാൻ ഒരു മത്സരമുണ്ട് LSG ആയിട്ട്. അതുപോലെ DC GT മത്സരമുണ്ട്. അങ്ങനെ നല്ല മത്സരങ്ങളാണ് ഈ വീക്കെൻഡിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് മുംബൈ vs SRH മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. എതിരഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയ ആൾക്കാരാണ് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. മറ്റൊരു IPL റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.